ഹായ് സ്റ്റുഡൻസ്, ഇന്നത്തെ നമ്മുടെ ക്ലാസിന്റെ ടോപ്പിക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗ്രാഫ് ആണ്. ഹൗ ടു ഡ്രോ എ ഗ്രാഫ്, അതാണ് നമ്മളുടെ ടോപ്പിക്. എങ്ങനെ ഒരു ഗ്രാഫ് വരയ്ക്കാം. ഡീറ്റെയിൽ ആയി തന്നെ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പഠിപ്പിച്ചു തന്നിട്ടുണ്ടായിരുന്നതാണ്. എന്നിരുന്നാൽ പോലും നിങ്ങളുടെ ആൻസർ ഷീറ്റ് ചെക്ക് ചെയ്ത സമയത്ത് കുറെ കുട്ടികൾക്ക് ചില കാര്യങ്ങളിൽ കൺഫ്യൂഷൻ ഉള്ളതായി മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ഇന്ന് പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പൊ നമ്മളുടെ ഇന്നത്തെ ടോപ്പിക് ഗ്രാഫ് മാത്രമാണ്. ഈ ക്ലാസ് കണ്ട ശേഷം ഞാൻ ഒരു 4-5 ക്വസ്റ്റ്യൻസ് തരും. അത് കൃത്യമായി വരച്ച് എല്ലാ ആളുകളും എന്റെ നമ്പറിലേക്ക് അയക്കണം. കാരണം നിങ്ങൾക്ക് ഞാനന്ന് ഹോംവർക്ക് തന്നിട്ടുണ്ടായിരുന്നു. കുറച്ച് കുട്ടികളെ അയച്ചു തന്നിട്ടുള്ളൂ. ആ അയച്ചു തന്ന ആൾക്കാരുടെ കറക്ഷൻ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേങ്കിൽ അയച്ചു തരാത്തത് കൊണ്ടാണ് ഇന്ന് ഇങ്ങനെ ഒരു മിസ്റ്റേക്ക് വന്നിട്ടുള്ളത്. അത് ആൻസർ ഷീറ്റിലാണ് എനിക്ക് കാണാൻ കഴിഞ്ഞിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ട് കൃത്യമായി ഇന്നത്തെ ക്ലാസ്സിന് ശേഷം ഞാൻ തരുന്ന വർക്ക് ഇന്ന് വൈകുന്നേരത്തിന് മുന്നേ തന്നെ എനിക്ക് അയച്ച് സബ്മിറ്റ് ചെയ്യേണ്ടതാണ്. അപ്പൊ നമ്മുടെ ഗ്രാഫ് എന്ന് പറയുന്ന സമയത്ത് നോർമലി നമ്മൾ പറയാ ഇങ്ങനെയാണ് നമ്മളൊരു ഗ്രാഫിന്റെ ആക്സിസ് വരയ്ക്കുക. അതായത് ഈ സെന്റർ ആണ് എന്ത്, ഓ. ഈ സെന്റർ ഓ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പോയിന്റിന്റെ മാർക്ക് എന്താണ്? 0 0 എന്നാണ്. 0 0. അപ്പൊ നമ്മുടെ സെന്റർ ഇതാണ്. ആ സെന്ററിൽ നിന്നും റൈറ്റിലേക്കുള്ള ഈ ആക്സിസ് ആണ് എന്ത്? എക്സ്. നമ്മൾ ഈ ഗ്രാഫിന്റെ ആക്സിസ് വരയ്ക്കുന്ന സമയത്ത് ഇങ്ങനെ ഒരു ആരോ എല്ലാ സൈഡുകളിലേക്ക് നമ്മൾ വരയ്ക്കും. അപ്പൊ ഈ ആരോ വരയ്ക്കുന്നതിന്റെ മീനിങ് എന്താ? മീനിങ് ഇതാണ്, ഇതിന്റെ ലെങ്ത് ഇവിടെ മാത്രമല്ല, ഇതിങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്ത് പോകുന്നുണ്ട് എന്നാണ് ആ ഒരു ആരോയുടെ മീനിങ്. അപ്പൊ നിങ്ങൾ ഗ്രാഫ് വരയ്ക്കുന്ന സമയത്ത് ഓരോ ആക്സിസിലും ഇങ്ങനെ ആരോ വരയ്ക്കേണ്ടതാണ്. അപ്പൊ നമ്മളുടെ ആക്സിസ് ഇത് എക്സ് ആണെന്ന് പറഞ്ഞു. അതായത് റൈറ്റിലേക്കുള്ള ആക്സിസ് ആണ് എന്ത്? എക്സ്. അപ്പൊ ഇനി ഈ സൈഡിലേക്കുള്ള ലെഫ്റ്റിലേക്കുള്ള ഈ എക്സിന്റെ ബാക്കിയായി കാണപ്പെടുന്ന ഈ ആക്സിസ് ഏതാണ്? ആ ആക്സിസ് ആണ് എക്സ് ഡാഷ്. എക്സ് ഡാഷ് എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 0 മുതൽ ഇവിടെയുള്ള എല്ലാ പോയിന്റ്സും എന്താണ്? നെഗറ്റീവ് വാല്യൂസ് ആണ്. നെഗറ്റീവ് വാല്യൂസ്. ഇവിടെ 0 മുതൽ എക്സ് വരെയാണ്. എക്സ് മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. അതെന്താണ്? പോസിറ്റീവ് വാല്യൂസ് ആണ്. എന്ന് പറഞ്ഞാൽ 0യിൽ നിന്നും എക്സിലേക്കുള്ള എല്ലാ വാല്യൂസും പോസിറ്റീവ് ആണ് നമ്മൾ എടുക്കുക. എല്ലായ്പ്പോഴും അത് അങ്ങനെയായിരിക്കും. ഇന്ന ഗ്രാഫ് ഒന്നൊന്നുമല്ല, എല്ലാ ഗ്രാഫുകൾക്കും അത് അങ്ങനെ തന്നെയാണ്. 0യിൽ നിന്നും എക്സിലേക്കുള്ളത് പോസിറ്റീവ് വാല്യൂസും 0യിൽ നിന്നും എക്സ് ഡാഷിലേക്കുള്ളത് എന്ന് പറഞ്ഞാൽ ലെഫ്റ്റിലേക്കുള്ള വാല്യൂസ് എന്താണ്? നെഗറ്റീവ് വാല്യൂസ് ആണ്. ഇനി അതേപോലെ നമ്മുടെ 0യിൽ നിന്നും മുകളിലേക്കുള്ള വാല്യൂസ് എന്താ? പോസിറ്റീവ് വാല്യൂസ് ആണ്. മാത്രമല്ല ഇത് വൈ ആക്സിസ് ആണ്. വൈ ആക്സിസ് മുകളിലേക്ക് കുത്തനെ നമ്മൾ വരയ്ക്കുന്ന ആക്സിസ് വൈ ആക്സിസ് ആണ്. ഇനി താഴേക്കുള്ള ആക്സിസ് എന്താണ്? വൈ ഡാഷ് ആണ്. എവിടെ ഡാഷ് വന്നാലും നമ്മൾ അവിടെ എന്താണ്? നെഗറ്റീവ് ആണ് നമ്മളുടെ വാല്യൂ. സോ വി ക്യാൻ സേ ദിസ് ഈസ് നെഗറ്റീവ്. ഈ 0 മുതൽ വൈ ഡാഷ് വരെയുള്ള എല്ലാ വാല്യൂസ് എന്തായിരിക്കും? നെഗറ്റീവ് വാല്യൂസ് ആണ്. ഇനിയിപ്പം നിങ്ങളുടെ ഒരു 7th സ്റ്റാൻഡേർഡ് ലെവലിൽ വെച്ചുകൊണ്ട് നമുക്ക് ഈ നെഗറ്റീവ് വാല്യൂസ് കൺസിഡർ ചെയ്തുകൊണ്ടുള്ള ഗ്രാഫുകൾ വരയ്ക്കാനില്ല. ആദ്യം മനസ്സിലാക്കേണ്ടത്, ഗ്രാഫിൽ ഇങ്ങനെ കുറെ സംഭവങ്ങളുണ്ട്. പോസിറ്റീവ് ഉണ്ട്, നെഗറ്റീവ് ഉണ്ട്. അങ്ങനെയുള്ള വാല്യൂസ് ഒക്കെ വെച്ചുകൊണ്ട് നമുക്ക് പ്ലോട്ട് ചെയ്യാം. അത് മാത്രമല്ല, വീണ്ടും ഇങ്ങനെ ഒരു ക്ലാസ് എടുക്കുന്നതിന്റെ റീസൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗ്രാഫ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇപ്പൊ നമ്മൾ ഈ ഒരു എക്സാമിന് വേണ്ടി പഠിച്ചൊഴിവാക്കേണ്ട ഒരു സാധനമല്ല ഗ്രാഫ്. നിങ്ങൾക്ക് ഈ ഒരു 7th കഴിഞ്ഞാൽ 8th-ലായാലും 9th-ലായാലും 10th-ലായാലും എല്ലായിടങ്ങളിലും ഗ്രാഫ് നിങ്ങൾക്ക് വരയ്ക്കാൻ വേണ്ടി ഉണ്ടാവും. ഇനി എവിടെയും നിങ്ങളെ ആരും ഗ്രാഫ് വരയ്ക്കാൻ പഠിപ്പിക്കില്ല. നിങ്ങൾ ഇപ്പോഴാണ് എന്ത് ഗ്രാഫ് വരയ്ക്കാൻ പഠിക്കേണ്ടത്. അതുകൊണ്ട് കൃത്യമായി ഇവിടെ ഗ്രാഫ് വരച്ചിട്ട് പഠിച്ചിട്ട് വേണം അടുത്ത ക്ലാസ്സുകളിലേക്ക് പോവാൻ. അപ്പം നമ്മൾ ഈ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ നെഗറ്റീവ് വാല്യൂസ് ഇങ്ങനെ ഓപ്പോസിറ്റ് സൈഡിൽ ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കാം. നമുക്ക് ഇപ്പൊ എന്തേ വരയ്ക്കാനുള്ളൂ? പോസിറ്റീവ് വാല്യൂസ് വെച്ചുകൊണ്ട് മാത്രമേ ഗ്രാഫ് വരയ്ക്കാനുള്ളൂ. അപ്പൊ നമ്മുടെ 2 ആക്സിസ് ഏതൊക്കെയാണ്? എക്സ് ആക്സിസ് ഉണ്ട്, വൈ ആക്സിസ് ഉണ്ട്. എക്സ് ആക്സിസ് ആൻഡ് വൈ ആക്സിസ്. ആൻഡ് ഈ എക്സ് ഡാഷ് വൈ ഡാഷ് എന്നുള്ള സംഭവം നമ്മളിപ്പോൾ കൺസിഡർ ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഗ്രാഫ് നിങ്ങൾക്ക് എന്താ? ഇങ്ങനെ വരയ്ക്കാം. അതായത് നമ്മുടെ ഈ പ്ലസ് വെച്ചുകൊണ്ട് ഈ ഒരു സെക്ഷൻ വേണ്ട, ഈ ഒരു സെക്ഷൻ വെച്ച് മാത്രം നിങ്ങൾക്ക് ഗ്രാഫ് വരയ്ക്കാം. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, എങ്ങനെ നമുക്ക് പോയിന്റ്സ് മാർക്ക് ചെയ്യാം എന്നുള്ളതാണ്. നമ്മളുടെ ഗ്രാഫിന് എങ്ങനെ പോയിന്റ്സ് മാർക്ക് ചെയ്യാം? അപ്പൊ നമുക്ക് മാർക്ക് ചെയ്യാനുള്ളത് ആദ്യം തന്നെ പറയട്ടെ, പല ആളുകളുടെയും ആൻസർ ഷീറ്റിൽ ഞാൻ കണ്ടിട്ടുണ്ട്
പെന്ന് വെച്ച് വരച്ചിട്ടുള്ളത്. ഒരു രീതിയിലും നിങ്ങൾ ഗ്രാഫ് പെന്ന് വെച്ച് വരയ്ക്കാൻ പാടില്ല. നമുക്ക് ഒന്ന് ഗ്രാഫ് പേപ്പറിൽ വരയ്ക്കാം, ഓക്കെ. രണ്ടാമത്തത് നോട്ട്ബുക്കിൽ തന്നെയും വരയ്ക്കാം, രണ്ടും ഓക്കെയാണ്. പക്ഷേ നമ്മൾ ഒരു രീതിയിലും പെന്ന് വെച്ച് ഗ്രാഫിൽ മാർക്ക് ചെയ്യാൻ പാടില്ല. അതതിന്റെ നിയമത്തിൽ വരുന്നതാണ്. നമ്മൾ പെന്ന് വെച്ച് ഗ്രാഫ് വരയ്ക്കാൻ പാടില്ല. അപ്പൊ നമുക്ക് രണ്ട് പോസിറ്റീവ് ആക്സിസേ ഉള്ളൂ എന്നത് കൊണ്ട് തന്നെ നമ്മളുടെ ഗ്രാഫിന്റെ ആക്സിസ് എങ്ങനെയാണ്, ഇങ്ങനെയാണ് ഉണ്ടാവുക. അപ്പൊ ഒന്നാമത് നിങ്ങൾ കാണിച്ചിട്ടുള്ള മിസ്റ്റേക്ക് പെന്ന് വെച്ച് പല ആളുകളും വരച്ചത് കണ്ടിട്ടുണ്ട്. അപ്പം അത് പാടില്ല. പെൻസിലും സ്കെയിലും ഉപയോഗിച്ച് വേണം വരയ്ക്കാൻ. അല്ലാതെ ജസ്റ്റ് എന്താണ് ഇങ്ങനെ വരച്ച് കൈകൊണ്ട് വരയ്ക്കുന്ന പരിപാടിയൊന്നും നമ്മൾ ചെയ്യാൻ പാടില്ല. കൃത്യമായി സ്കെയിലും പെൻസിലും ഉപയോഗിച്ച് തന്നെ വേണം ഗ്രാഫ് വരയ്ക്കാൻ. ഇനി അടുത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട് നമ്മൾ എങ്ങനെയാണ് ഇതിന്റെ പോയിന്റ്സ് മാർക്ക് ചെയ്യാന്നുള്ളതാണ്. അപ്പൊ നമ്മളുടെ ഈ സെന്റർ O എന്ന് പറഞ്ഞതാണ് എന്ത്, 0. ഇവിടെ നമ്മളുടെ എക്സ് ആക്സിസ് ഉണ്ട്, ഇവിടെ നമ്മളുടെ വൈ ആക്സിസ് ഉണ്ട്. അപ്പൊ ഈ എക്സ് ആക്സിസിന്റെയും വൈ ആക്സിസിന്റെയും ജോയിൻ ചെയ്യുന്ന പോയിന്റ് ആണ് എന്ത്, ഈ O. ആ ഓയിന്റെ വാല്യൂ ആണ് എന്ത്, 0 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 0 0 എന്നുള്ള പോയിന്റ് ഉണ്ടെങ്കിൽ നമ്മൾ എവിടെയെങ്കിലും കൊണ്ടുപോയി മാർക്ക് ചെയ്ത് അതിനെ 0 എന്ന് എഴുതല്ല ചെയ്യാം. നമ്മൾ എന്താ ചെയ്യാ, ഇതാണ് നമ്മളുടെ പോയിന്റ് 0 0 എന്ന് പറഞ്ഞാൽ നമ്മളുടെ എക്സിന്റെ വാല്യൂവും 0 ആണ്, നമ്മളുടെ വൈന്റെ വാല്യൂവും എന്താണ്, 0 ആയിട്ടുള്ള പോയിന്റ് ആണ് ഇത്. കൂട്ടിമുട്ടുന്ന സ്ഥലമാണ് എന്ത്, 0 0. പല ആളുകളുടെ പേപ്പറിൽ ഞാൻ കണ്ടിട്ടുണ്ട് മുകളിലൊക്കെ ഇട്ടിട്ട് 0 0 എന്ന് ഇവിടെ എഴുതി വെച്ചത് റോങ് ആണ്. നമ്മൾ മാർക്ക് ചെയ്യേണ്ട 0 0 ഈ കൂട്ടിമുട്ടുന്ന പോയിന്റിൽ ആണ്. ഇനി നെക്സ്റ്റ് നമ്മൾ എക്സ് ആക്സിസിൽ മാർക്ക് പോയിന്റ് ചെയ്യണം. അപ്പൊ അതായത് നമ്മൾ നമ്മളുടെ സ്കെയിൽ എടുക്കുന്നു, കൃത്യമായി വെച്ച ശേഷം എന്ത് മാർക്ക് ചെയ്യണം, 1 സെന്റിമീറ്ററിൽ ആദ്യത്തെ ലൈൻ മാർക്ക് ചെയ്യണം, 2 സെന്റിമീറ്ററിൽ അടുത്ത ലൈൻ മാർക്ക് ചെയ്യണം, 3 സെന്റിമീറ്ററിൽ അടുത്ത ലൈൻ മാർക്ക് ചെയ്യണം, 4 സെന്റിമീറ്ററിൽ അടുത്ത മാർക്ക് ചെയ്യാം. അങ്ങനെ 5 6 7 8 9 എന്ന് പറഞ്ഞ് കൃത്യമായി സ്കെയിൽ വെച്ച് നമ്മൾ ഓരോ സെന്റിമീറ്റർ വെച്ചിട്ട് എന്ത് ചെയ്യുന്നു, മാർക്ക് ചെയ്യുന്നു. ഇപ്പൊ നിങ്ങൾക്ക് കാണേണ്ട സൗകര്യത്തിന് ഞാൻ കുറച്ച് സൈസ് കൂട്ടിയെടുത്ത് കാണിക്കുകയാണ്. സപ്പോസ് നമ്മൾ സ്കെയിൽ വെച്ച് 1 സെന്റിമീറ്റർ അളന്നു കഴിഞ്ഞാൽ നമ്മൾ മാർക്ക് ചെയ്ത് കഴിഞ്ഞു. അപ്പൊ ഇങ്ങനെ നമ്മൾ മാർക്ക് ചെയ്തു വെച്ച് കഴിഞ്ഞു. അപ്പൊ നമ്മളുടെ എക്സ് ആക്സിസിൽ നമ്മൾ അളവെടുത്ത് കഴിഞ്ഞു. നമുക്ക് എന്താണ് ഇവിടെ എഴുതേണ്ടത് എന്നുള്ളത് നമ്മളുടെ ഡാറ്റ കണ്ടു കഴിഞ്ഞാലേ നമുക്ക് തീരുമാനിക്കാൻ പറ്റൂ. കാരണം നമ്മൾ എല്ലാ ഗ്രാഫുകൾ വരയ്ക്കുന്ന സമയത്ത് നമുക്കൊരു ടേബിളിൽ കുറച്ച് ഡാറ്റ തന്നിട്ടുണ്ടാവും. ആ ഡാറ്റയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഗ്രാഫിലേക്ക് പ്ലോട്ട് ചെയ്യുന്നത്. അപ്പൊ അത് പ്ലോട്ട് ചെയ്യാൻ അവിടെ നിൽക്കട്ടെ. അടുത്ത നമ്മൾ ഇതേപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യണം, വൈ ആക്സിസിലും നമ്മൾ പോയിന്റ് ചെയ്യണം. അപ്പൊ നമ്മൾ വീണ്ടും സ്കെയിൽ എടുക്കുന്നു. നമ്മളുടെ സ്കെയിലിന്റെ 1 സെന്റിമീറ്റർ 2 സെന്റിമീറ്റർ ഇല്ലേ, അത് നമ്മൾ വീണ്ടും ഇവിടെ വെക്കുന്നു. കൃത്യമായി 0യിലാണ് എന്ത്, എന്റെ സ്കെയിലിന്റെ 0 വെക്കുന്നത്. 1 സെന്റിമീറ്റർ 2 സെന്റിമീറ്റർ 3 സെന്റിമീറ്റർ 4 സെന്റിമീറ്റർ 5 സെന്റിമീറ്റർ എന്ന് പറഞ്ഞിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു, മാർക്ക് ചെയ്യുന്നു. അപ്പൊ അത് ഏകദേശം ആ കുഞ്ഞു ലൈൻസ് എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിന്റെ ഡിഫറൻസ് മനസ്സിലാവില്ല. അതുകൊണ്ടാണ് ഞാൻ അത് വലുതാക്കി വരച്ച് കാണിക്കുന്നത്. എന്തായി, നമ്മളുടെ വൈയിലുള്ള ആക്സിസുകളും ഞാൻ കൃത്യമായി മാർക്ക് ചെയ്തു. സ്കെയിൽ ഉപയോഗിച്ചുകൊണ്ട് ഞാൻ മാർക്ക് ചെയ്തു. അപ്പൊ ഇത്രയുമായി. നമ്മൾ ഇപ്പൊ ചെയ്തത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു എക്സ് ആക്സിസും വൈ ആക്സിസും എടുത്തു, അതിന്റെ പോയിന്റ്സ് മാർക്ക് ചെയ്തു. ഇനിയിപ്പൊ നമ്മൾ ഇത് ഗ്രാഫ് പേപ്പറിലാണ് വരയ്ക്കുന്നത് എങ്കിൽ നിങ്ങൾക്ക് എന്ത് കാണാൻ പറ്റും, ഇവിടെ നമ്മളെ ഗ്രാഫ് പേപ്പറിൽ കുറെ കോളംസ് ഉണ്ട്. നല്ല ഡാർക്ക് ആയിട്ടുള്ള കുറച്ച് കോളംസ് ഉണ്ട്. അതാണ് എന്ത്, ഇങ്ങനെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഗ്രാഫ് പേപ്പറിൽ. ആ ഡാർക്ക് പോയിന്റ്സിനാണ് എന്ത് നമ്മൾ ഇങ്ങനെ മാർക്ക് ചെയ്ത് വെക്കേണ്ടത്. ഡാർക്ക് പോയിന്റ്സിന് നമ്മൾ മാർക്ക് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ എന്താ, ഈ പോയിന്റ്സ് ഓക്കെയാണ്. ഇനി അടുത്തത് നമുക്ക് ഈ ഒരു പോയിന്റ്സിൽ എന്ത് വാല്യൂസ് ആണ് എഴുതേണ്ടത് എന്നുള്ളതാണ്. അപ്പൊ നമ്മളുടെ ഡാറ്റ, അപ്പൊ ഡാറ്റ ജനറലി ഇങ്ങനെയാണ് ഉണ്ടാവുക. അതിനൊരു എക്സ് വാല്യൂ ഉണ്ടാവും, വൈ വാല്യൂ ഉണ്ടാവും. അപ്പൊ അടുത്ത നിങ്ങൾ
നിങ്ങൾക്ക് പറ്റിയിട്ടുള്ള പ്രശ്നം ഇതാണ്, എക്സ് ആക്സിസും വൈ ആക്സിസും എടുത്തത് തിരിഞ്ഞുപോയി. അങ്ങനെ തിരിഞ്ഞു പോകാൻ പാടില്ല. കാരണം എക്സ് ആക്സിസും വൈ ആക്സിസും നമ്മൾ തിരിച്ചെടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഗ്രാഫിന്റെ സ്ട്രക്ചർ എന്തായിപ്പോയി, ടോട്ടലി മാറിപ്പോയി. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് പഠിക്കാനുള്ള ഗ്രാഫ് എന്താണ്, പൊസിഷൻ ടൈം ഗ്രാഫ് അല്ലെങ്കിൽ ഡിസ്റ്റൻസ് ടൈം ഗ്രാഫ് ആണ്. ഡിസ്റ്റൻസ് ടൈം ഗ്രാഫ്, ഡിസ്റ്റൻസ് ടൈം ഗ്രാഫ് ആണ് നമ്മൾ വരയ്ക്കുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാ സമയത്തും നമ്മളുടെ എക്സ് ആക്സിസിൽ ആരാണ് വേണ്ടത്, ടൈം ആണ് വേണ്ടത്. ടൈം ഈസ് ഓൺ എക്സ് ആക്സിസ് ആൻഡ് ദിസ് ഡിസ്റ്റൻസ് ഓൺ വൈ ആക്സിസ്. അത് എല്ലാ സമയത്തും അങ്ങനെ തന്നെയാണ്. അതിന് പകരം നമ്മൾ ഈ ഡിസ്റ്റൻസ് കൊണ്ടുപോയി എക്സിൽ ഇട്ട് കഴിഞ്ഞാൽ എന്താ, റോങ് ആണ്. അപ്പൊ നമ്മൾ വരയ്ക്കുന്നത് ഡിസ്റ്റൻസ് ടൈം ഗ്രാഫ് ആണ്. അതുകൊണ്ട് തന്നെ എല്ലാ സമയത്തും നമ്മളുടെ ടൈം ആയിരിക്കണം എവിടെ ഉണ്ടാവേണ്ടത്, എക്സിൽ ഉണ്ടാവേണ്ടത്. അത് മാത്രമല്ല, എക്സാമിന് ഞാൻ ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് പാർട്ടിൽ എന്താ ഉണ്ടായിരുന്നേ, ടൈമും ഡിസ്റ്റൻസും ആണ് ഉണ്ടായിരുന്നത്. ചില ആളുകൾ എന്ത് ചെയ്തു, ടൈം എടുത്തോടെ എഴുതി വാല്യൂസ് പ്ലോട്ട് ചെയ്തു, ഗ്രാഫ് എന്തായി പോയി, നേരെ തല തിരിഞ്ഞു പോയി. അപ്പൊ അതുകൊണ്ട് ഇനി ആ മിസ്റ്റേക്ക് ഉണ്ടാവാൻ പാടില്ല. കൃത്യമായി നമ്മൾ എല്ലാ സമയത്തും എക്സിന്റെ വാല്യൂസ് ആണ് ഇവിടെ കൊടുക്കേണ്ടത്. ഇനി അടുത്തത്, നമ്മൾ ഈ ടൈം സപ്പോസ് നമ്മളുടെ വാല്യൂ എന്ത് വാല്യൂ വേണമെങ്കിലും നമ്മളുടെ ഗ്രാഫിന് വരയ്ക്കാൻ വേണ്ടി തരാം. അതിനനുസരിച്ചാണ് നമ്മൾ ഇവിടെ ഗ്രാഫ് വരയ്ക്കുക. ഇപ്പൊ സപ്പോസ് നമ്മളുടെ വാല്യൂ ആദ്യം ഇതാണെന്ന് വിചാരിച്ചു, 0 1 2 3 4 0 2 4 6 8 ഇതാണ് നമ്മളുടെ വാല്യൂസ് എന്ന് വിചാരിക്കാം. പിന്നെ ചില ആളുകൾക്ക് ഉണ്ടായിട്ടുള്ള ഒരു തെറ്റിദ്ധാരണ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മളുടെ ഈ ടേബിളിനകത്തുള്ള എന്ത് വാല്യൂ ആണോ ഉള്ളത് അത് അതേപടി ഇതിനകത്ത് എഴുതി വെച്ചിട്ട് എല്ലാ ഗ്രാഫുകളും അവർ വരയ്ക്കുന്ന സമയത്തും ഇങ്ങനെ തന്നെയാണുള്ളത്. ഇത് എന്ത് തരത്തിലുള്ള ഗ്രാഫാ? ഇങ്ങനെയല്ല നമ്മൾ ഗ്രാഫ് വരയ്ക്കാം. കാരണം എല്ലാ ഗ്രാഫുകളും നമ്മൾ വരയ്ക്കുന്നത് ഒരേ ഷേപ്പിൽ തന്നെ ഇരിക്കുകയാണെങ്കിൽ പിന്നെ അതിനെ നമുക്ക് ഗ്രാഫ് എന്ന് വിളിക്കാൻ പറ്റുമോ? ഇല്ല. നമ്മൾ ചെയ്യേണ്ടത് എന്താണ് നമ്മളുടെ വാല്യൂ എന്ന് നോക്കുക. നിങ്ങൾക്ക് വേണമെങ്കിൽ എല്ലാ ഗ്രാഫുകളും 1 2 3 4 5 6 എന്നുള്ള വാല്യൂസ് തന്നെ കൊടുക്കാം. പക്ഷേ ചില ടേബിളുകളിൽ എന്താണ് 100ഉം 500ഉം 1000ഉം ഒക്കെ ഉണ്ടാവും. അപ്പൊ നമുക്ക് എന്താ, ഈ ഗ്രാഫിനകത്ത് ആ വാല്യൂസ് ഇൻക്ലൂഡ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ് എങ്കിൽ നമ്മൾ എന്താ, കുറച്ച് വാല്യൂ കൂട്ടിയെടുക്കും. ഞാൻ അടുത്ത ഗ്രാഫ് വരയ്ക്കുന്ന സമയത്ത് അത് കാണിച്ചു തരാം. തൽക്കാലം ഇങ്ങോട്ട് ശ്രദ്ധിക്കാം. അപ്പൊ നമ്മളുടെ വൈ ആക്സിസിലുള്ളത് എന്താണ്, 0 2 4 6 8 ആണ്. അപ്പൊ അതുകൊണ്ട് ഞാൻ എടുക്കുകയാണ് 1 2 3 4 5 6 7 8 വാല്യൂസ് ഇവിടെ ഇങ്ങനെയുണ്ട്. അപ്പൊ അതുകൊണ്ട് നമ്മളുടെ ഒന്നാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞാൽ എന്താ, x0 y0. ഇത് x ആണ്, ഇത് y ആണ്. നമ്മളുടെ x0 ആണ്, y0 ആണ് എന്ന് പറഞ്ഞാൽ ആ പോയിന്റ് ഏതാണ്, ഇതാണ്. അല്ലാതെ ഇവിടെയല്ല നമ്മൾ മാർക്ക് ചെയ്ത് ഇവിടെ നമ്മൾ 0 സ്റ്റാർട്ട് ചെയ്യല്ല ചെയ്യാം. എവിടെയാണ് നമ്മളെ 0? നമ്മളുടെ 0 എന്ന് പറഞ്ഞാൽ എക്സും വൈയും എവിടെയാണോ കൂട്ടിമുട്ടുന്നത് അവിടെയാണ് നമ്മളുടെ 0. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മളുടെ 0 0 എന്ന് പറഞ്ഞാൽ ഇത് ശരിക്കും എങ്ങനെ എഴുതുക എന്ന് പറഞ്ഞാൽ 0 0 2 ബ്രാക്കറ്റ്. ഇതാണ് നമ്മളുടെ ഫസ്റ്റ് പോയിന്റ്. നമ്മൾ മാർക്ക് ചെയ്യുകയാണ് 0 0. സോ ആ പോയിന്റ് ഇവിടെയാണ് നമ്മളുടെ കൂട്ടിമുട്ടുന്ന രണ്ട് ആക്സിസും എവിടെയാണോ കൂട്ടിമുട്ടുന്നത് അവിടെയാണ് നമ്മളുടെ 0. അപ്പൊ ഇതാണ് ഫസ്റ്റ് പോയിന്റ്. ഞാൻ ആ ഫസ്റ്റ് പോയിന്റിനെ ഇവിടെ മാർക്ക് ചെയ്തു. ഇനി രണ്ടാമത്തെ പോയിന്റ് ഇതാണ്, x1 ആയിരിക്കുമ്പോൾ y-ന്റെ വാല്യൂ എന്താണ്, 2 ആണ്. അതായത് x1 എന്ന് പറയുമ്പോൾ ഇതാണ് പോയിന്റ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു, ഇവിടെ നിന്നും സ്കെയിൽ എടുക്കുന്നു, എന്നിട്ട് പെർപെൻഡിക്കുലർ ആയി മുകളിലേക്ക് ഒരു വര വരയ്ക്കുന്നു. എന്ന് പറഞ്ഞാൽ നേരെ നമ്മൾ ഒരു വര വരയ്ക്കുന്നു. ഈ വര വരയ്ക്കുന്നത് പെൻസിൽ കൊണ്ട് മാത്രമേ വരയ്ക്കാവൂ, വളരെ ലൈറ്റ് ആയിട്ടുള്ള വരയെ വരയ്ക്കാവൂ. കാരണം നമ്മൾ ലാസ്റ്റ് ഈ സാധനം വായിച്ചു കളയും. കാരണം നമ്മുടെ ഗ്രാഫിൽ എന്ത് തരത്തിലുള്ള വര ലാസ്റ്റ് ഉണ്ടെങ്കിലും അതൊക്കെ നമ്മൾ ഗ്രാഫിന്റെ വാല്യൂ ആയിട്ടാണ് കണക്കാക്കുക. അപ്പൊ അതുകൊണ്ട് ഒന്നാമത്തെ x=1 എന്നുള്ള പോയിന്റിന് കറസ്പോണ്ടിങ് ആയാണ് ഞാൻ ഈ ലൈൻ വരച്ചിട്ടുള്ളത്. അപ്പൊ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള y-ന്റെ വാല്യൂ എന്താ, 2 ആണ്. എന്ന് പറഞ്ഞാൽ ഇവിടെയാണ് 2. അപ്പൊ ആ പോയിന്റിലേക്ക് ഞാൻ സ്കെയിൽ ഇങ്ങനെ വെക്കുന്നു. അതിനുശേഷം എന്ത് ചെയ്യാണ്, പെർപെൻഡിക്കുലർ ആയിട്ട് ഞാനൊരു വര വരയ്ക്കുകയാണ്. അപ്പൊ ഇതാണ് എന്ത്,
അതായത് ഞാൻ x1 എന്നുള്ള ആ ഒരു പോയിന്റിൽ നിന്നും മുകളിലേക്ക് ഒരു വര വരച്ചു, y2 എന്നുള്ള ആ ഒരു പോയിന്റിൽ നിന്നും ഞാനൊരു വര വരച്ചു. അപ്പൊ ആ രണ്ട് ലൈനും കൂടെ കൂട്ടിമുട്ടി ഇന്റർസെക്ട് ചെയ്ത ഒരു പോയിന്റ് നിങ്ങൾക്ക് ഇവിടെ കിട്ടി. അതാണ് എന്ത് നമ്മളുടെ ഈ സെക്കൻഡ് പോയിന്റ്. സെക്കൻഡ് പോയിന്റ് എന്ന് പറഞ്ഞാൽ 1,2. അതായത് എക്സിന്റെ വാല്യൂ 1 ആണ്, വൈന്റെ വാല്യൂ 2 ആണ്. ആ പോയിന്റ് ആണ് ഏത് ഈ മാർക്ക് ചെയ്തിരിക്കുന്നത്. അപ്പൊ നമുക്ക് ഇവിടെ എന്താണ് എക്സ്ട്രാ കുറെ വരകളെല്ലാം കാണുന്നുണ്ട്. അതൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, റബ്ബർ ഉപയോഗിച്ച് മായ്ച്ച് കളയേണ്ടതാണ്. അതുകൊണ്ട് തന്നെയാണ് പറയുന്നത് പെൻസിൽ ഉപയോഗിച്ചേ വരയ്ക്കാൻ പാടുള്ളൂ. അത് മാത്രമല്ല നമ്മുടെ ഗ്രാഫിനകത്ത് ഇങ്ങനെ പെട്ടി 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 വരച്ചു വെച്ച് കഴിഞ്ഞാൽ സംഭവം തെറ്റാണ്. അപ്പൊ രണ്ടാമത്തെ പോയിന്റ് നമ്മൾ ഇവിടെ മാർക്ക് ചെയ്തു. ഓക്കെ, ഇനി മൂന്നാമത്തെ പോയിന്റ് ഇതാണ്, എക്സ് 2 ആയിരിക്കുമ്പോൾ y 4. അതാണ് നമ്മളുടെ അടുത്ത പോയിന്റ്. അതായത് ഇതാണ് നമ്മളുടെ എക്സ്, എക്സിന്റെ 2 ഇതാണ്. അപ്പൊ സെയിം പ്രൊസീജിയർ ആണ്. സ്കെയിൽ എടുക്കുന്നു, നമ്മൾ ഇവിടെ നിന്ന് എന്ത് ചെയ്യുന്നു, പാരലലായി ഈ ഒരു ലൈനിന് പാരലൽ ആയിക്കൊണ്ട് നമ്മളുടെ എക്സ് ആക്സിസിന് പെർപെൻഡിക്കുലർ ആയി നമ്മൾ വര വരയ്ക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഈ ഒരു ലൈനിൽ നിന്ന് നേരെ മുകളിലേക്ക് വരയ്ക്കണം. ആ ഒരു എക്സിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വൈന്റെ വാല്യൂ എന്താ, 4 ആണ്. എന്ന് പറഞ്ഞാൽ ഈ ഒരു ആക്സിസിൽ നോക്കുക, എവിടെയാണ് 4 ഉള്ളത്, ഇവിടെയാണ് 4 ഉള്ളത്. അപ്പൊ ഇങ്ങനെ വെക്കുന്നു, നമ്മൾ നമ്മളുടെ ലൈൻ വരയ്ക്കുന്നു. സോ ഇതെവിടെയാണ് നമ്മളുടെ ഈ ഒരു എക്സിൽ നിന്ന് വന്നിട്ടുള്ള ലൈനും വൈയിൽ നിന്ന് വന്നിട്ടുള്ള ലൈനും ഇന്റർസെക്ട് ചെയ്തത് ഈ ഒരു പോയിന്റിലാണ്. ആ പോയിന്റിനെ ഞാൻ മാർക്ക് ചെയ്യുന്നു. അപ്പൊ ഇതാണ് നമ്മളുടെ രണ്ടാമത്തെ പോയിന്റ്. രണ്ടാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 2,4. അതായത് എക്സ് 2 ആയിരിക്കുമ്പോൾ വൈന്റെ വാല്യൂ 4. അതാണ് അതിന്റെ മീനിങ്. അപ്പൊ രണ്ടാമത്തെ ആ പോയിന്റ് ഞാൻ മാർക്ക് ചെയ്തു. ബാക്കി വരുന്ന ലൈൻസ് ഒക്കെ ഞാൻ മായ്ച്ചു കളയാണ്. ഇനി അടുത്തത് നെക്സ്റ്റ് പോയിന്റ്, അതായത് 3, 6. നമ്മൾ എഴുതുകയാണ് 3,6. എക്സ് 3 ആയിരിക്കുമ്പോൾ y 6 എന്ന് പറഞ്ഞാൽ എന്താ, നമ്മളുടെ എക്സിൽ നമ്മൾ 3 വെക്കുന്നു സ്കെയില്, മുകളിലേക്ക് ഒരു വര വരയ്ക്കുന്നു. ആ വര ഓക്കെ. ഇനി അടുത്തത് എന്താ, 6ലാണ്, y = 6. അവിടെ നമ്മൾ സ്കെയില് വെക്കുന്നു, 6ൽ വരയ്ക്കുന്നു. അപ്പൊ നമ്മളുടെ ലൈൻ ഏകദേശം എന്താണ്, ഇവിടെ നിന്നാണ് ഇന്റർസെക്ട് ചെയ്യുന്നത്. അപ്പൊ ആ പോയിന്റ് ആണ് എന്ത്, നമ്മളുടെ 3,6 എന്നുള്ള ആ ഒരു പോയിന്റ്. അത് ഞാൻ മാർക്ക് ചെയ്തു. ബാക്കി എക്സ്ട്രാ വന്നിട്ടുള്ള ലൈൻ ഒക്കെ ഞാൻ മായ്ച്ചു കളയുന്നു. ഇപ്പൊ നമ്മൾ ഇവിടം വരെ എത്തി. ഇനി അടുത്തത് 4, 8. നമ്മളുടെ ടേബിൾ എത്ര വാല്യൂസ് ഉണ്ട്, എല്ലാ വാല്യൂസും തന്നെ നമ്മളുടെ ഗ്രാഫിൽ നമ്മൾ പ്ലോട്ട് ചെയ്യേണ്ടതുണ്ട്. ചില ആളുകൾ കണ്ടു 4 പോയിന്റ്സ് ഉള്ളത് 2 3 മറ്റോ പ്ലോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പ്ലോട്ട് ചെയ്തിടം വരെ കറക്റ്റ് ആണ്, പക്ഷെങ്കിൽ ബാക്കി എവിടെ പോയി വേറെ ആരാ ഫില്ല് ചെയ്യുക, അതും കൂടെ തന്നെ വരയ്ക്കണം, എങ്കിലേ ഗ്രാഫ് കംപ്ലീറ്റ് ആവുള്ളൂ. അപ്പൊ നമ്മൾ നാലാമത്തതിൽ നമ്മൾ വീണ്ടും സ്കെയില് വെക്കുന്നു, മുകളിലേക്ക് നമ്മൾ ലൈൻ വരയ്ക്കുന്നു. അടുത്ത നമ്മളുടെ വാല്യൂ ഏതാണ്, 8 ആണ്. അപ്പം 8ന് നമ്മൾ വീണ്ടും സ്കെയില് വെക്കുന്നു, നീട്ടി ലൈൻ വരയ്ക്കുന്നു. അപ്പം ഇവിടെയാണ് നമ്മളുടെ ലൈൻ എന്ത് ചെയ്യുന്നത്, ഇന്റർസെക്ട് ചെയ്യുന്നത്. എന്ന് പറഞ്ഞാൽ ഇതാണ് നമ്മളുടെ പോയിന്റ്. സോ ബാക്കി ആ കൂടുതലുള്ള സംഭവങ്ങളൊക്കെ ഞാൻ ഇവിടെ നിന്ന് ഇങ്ങനെ റബ് ചെയ്ത് കളയുന്നു. നമ്മളുടെ പോയിന്റ്സ് നമുക്ക് കിട്ടിക്കഴിഞ്ഞു. ഈ അവസാനത്തെ പോയിന്റ് ഏതാണ്, 4,8. അതായത് എക്സിന് 4 എന്ന വാല്യൂ വന്നപ്പോൾ വൈയിൽ 8 എന്നുള്ളതാണ് വാല്യൂ. സോ ഇതാണ് നമ്മളുടെ 4 പോയിന്റ്സ്, പോയിന്റ് 1, പോയിന്റ് 2, പോയിന്റ് 3, പോയിന്റ് 4. അടുത്തത് പോയിന്റ് 1. സോ ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താണ്, ഈ പോയിന്റ്സിനൊക്കെ നമ്മൾ എന്ത് ചെയ്യാ, എക്സ്റ്റെൻഡ് ചെയ്ത് വരയ്ക്കുക. എന്ന് പറഞ്ഞാൽ കൂട്ടി വരയ്ക്കാം. അപ്പൊ നമ്മളുടെ ആദ്യത്തെ ലൈനിൽ നിന്നും പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മൾ ഇതൊരു യൂണിഫോം ഗ്രാഫാണ്. എന്ന് പറഞ്ഞാൽ വാല്യൂ യൂണിഫോം ആയിട്ടാണ് ഇൻക്രീസ് ചെയ്യുന്നത്. ചില ഗ്രാഫുകളിൽ എന്താ നോൺ യൂണിഫോം ആയിരിക്കും. ചില സമയത്ത് നമുക്ക് 10 കിട്ടും, പിന്നെ കുറഞ്ഞ 8 കിട്ടും, പിന്നെ നമുക്ക് 16 കിട്ടും, പിന്നെ നമുക്ക് 4 കിട്ടും. അങ്ങനെ വാല്യൂസ് കൂടിയും കുറഞ്ഞും ഒക്കെ വരുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മൾ ഈ ലൈൻ ജോയിൻ ചെയ്യേണ്ടത് നമുക്ക് ഈ ടേബിളിൽ തന്നിട്ടുള്ള ഓർഡറിലാണ്.
എന്ന് പറഞ്ഞാൽ ആദ്യം 0 പിന്നെ 1 2 3 എന്നല്ലേ ഉള്ളത്. അതുകൊണ്ട് തന്നെ ഇതാണ് നമ്മളുടെ ഒന്നാമത്തെ പോയിന്റ്, ഇതാണ് നമ്മളുടെ രണ്ടാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒന്നിൽ നിന്നും രണ്ടാമത്തെ പോയിന്റിലേക്കാണ് കൂട്ടി വരയ്ക്കേണ്ടത്. അല്ലാണ്ട് നമ്മൾ 3ലേക്ക് കൂട്ടി വരച്ച് വീണ്ടും 4ലേക്ക് അങ്ങനെയൊന്നും അല്ല പോവാം. നമ്മൾ കൃത്യമായി ആദ്യം ഒന്നിൽ നിന്നും 2ലേക്ക്, 2ൽ നിന്നും 3ലേക്ക്, 3ൽ നിന്നും 4ലേക്ക് അങ്ങനെ ഒരു യൂണിഫോം ആയ രീതിയിൽ തന്നെ വരയ്ക്കണം. നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ആരെങ്കിലും ഒക്കെ കൂട്ടി വരച്ചു കഴിഞ്ഞാൽ ഗ്രാഫ് ആവില്ല. അപ്പൊ നമ്മൾ ഇത് കൂട്ടി വരയ്ക്കാൻ പോവാണ്. ഇതാണ് നമ്മളുടെ ഗ്രാഫ്. ആദ്യം നമ്മൾ എന്ത് ചെയ്തു, എക്സ് ആക്സിസ് വരച്ചു, വൈ ആക്സിസ് വരച്ചു, പിന്നെ എന്ത് ചെയ്തു, നമ്മൾ ടേബിൾ നോക്കി ഏത് വാല്യൂസ് ആണ് നമുക്ക് ഇവിടെ കൊടുക്കേണ്ടത് എന്ന് നോക്കി. അത് കൊടുത്ത ശേഷം നമ്മൾ എന്ത് ചെയ്തു, എക്സ് ആക്സിസിന്റെ വാല്യൂവിൽ നിന്ന് നമ്മൾ മുകളിലേക്ക് ഒരു വര വരച്ചു. അതിനുശേഷം അതിന് കറസ്പോണ്ടിങ് ആയി വൈയിൽ എന്താ ഉള്ളത് നോക്കി. അത് നോക്കി നമ്മൾ വൈ ആക്സിസിൽ നിന്ന് നമ്മൾ നേരെ ഇങ്ങോട്ടൊരു വര വരച്ചു. എന്നിട്ട് എവിടെയാണോ കൂട്ടിമുട്ടുന്നത് അതിനെ നമ്മൾ ഇങ്ങനെ ഒരു കുത്തും അതിന് ചുറ്റും ഒരു വട്ടം ഇട്ട് മാർക്ക് ചെയ്തു. നമുക്ക് പല രീതിയിൽ മാർക്ക് ചെയ്യാം. ചില ആളുകൾ ക്രോസ് ഇട്ട് മാർക്ക് ചെയ്യും, ചില ആളുകൾ വെറുതെ ഒരു പോയിന്റ് ഇട്ട് മാർക്ക് ചെയ്യും. ഞാൻ ഫോളോ ചെയ്യുന്നത് ഈ ഒരു മെത്തേഡാണ്. അപ്പൊ നമ്മൾ ഇങ്ങനെ ഗ്രാഫിന്റെ പോയിന്റ്സ് മാർക്ക് ചെയ്തു. അതിനുശേഷം ഏതാണോ ഓർഡർ അത് വെച്ചുകൊണ്ട് നമ്മൾ ജോയിൻ ചെയ്ത് ലൈൻ വരയ്ക്കുന്നു. ഇങ്ങനെയാണ് നമ്മൾ ഒരു ഗ്രാഫ് വരയ്ക്കേണ്ടത്. അപ്പൊ ഇതൊരു യൂണിഫോം വാല്യൂ ഉള്ള ഗ്രാഫാണ്. അടുത്ത ഞാനൊരു നോൺ യൂണിഫോം ആയിട്ടുള്ള വാല്യൂ വെച്ചിട്ട് എങ്ങനെ വരയ്ക്കാന്നുള്ളത് കാണിച്ചു തരാം. അത് മാത്രമല്ല നമ്മൾ ഗ്രാഫിന്റെ സൈഡിൽ സ്കെയിൽ എഴുതണം. ചില ആളുകൾ സ്കെയിൽ എഴുതാൻ മറന്നുപോയിട്ടുണ്ട്. അപ്പൊ ഈ സ്കെയിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് നമുക്ക് പല വാല്യൂസ് എടുക്കാം. അതായത് ഞാനിപ്പോ ഈ ഗ്രാഫ് വരയ്ക്കുന്ന സമയത്ത് ഇവിടെ എപ്പോഴും ഞാൻ എന്താ 1 സെന്റിമീറ്റർ ആണ് ഡിഫറൻസ് എടുക്കുന്നത്. പക്ഷെങ്കിൽ ഞാൻ ആ ടേബിളിൽ തരുന്ന വാല്യൂവിനനുസരിച്ചാണ് ഞാൻ ഇവിടെ സെറ്റ് ചെയ്യുന്നത്. ചില സമയത്ത് ഞാൻ ഇവിടെ 1 2 3 എന്ന് കൊടുക്കും, ചില സമയത്ത് ഞാൻ ഇവിടെ 2 4 6 എന്ന് കൊടുക്കും, ചില സമയത്ത് ഞാൻ 5 10 15 20 ഇങ്ങനെയൊക്കെ വാല്യൂ കൊടുക്കും. എന്ന് പറഞ്ഞാൽ ഇവിടെ കൊടുക്കേണ്ട വാല്യൂ എന്ന് പറഞ്ഞാൽ ഇവിടെ ഞാൻ സെലക്ട് ചെയ്യുന്ന സ്കെയിൽ എന്റെ ഇഷ്ടമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ എന്തെഴുതണം, സ്കെയിൽ എന്നുള്ള ഒരു സാധനം ഗ്രാഫിന്റെ സൈഡിൽ എഴുതണം. അതും കൂടി ഉണ്ടെങ്കിലേ ഗ്രാഫ് കംപ്ലീറ്റ് ആവും. എന്ന് പറഞ്ഞാൽ അത് എഴുതേണ്ട രീതി ഇതാണ്. എക്സ് ആക്സിസ് 1 സെന്റിമീറ്റർ ഈസ് ഈക്വൽ ടു നമ്മൾ ഇവിടെ എടുത്തിട്ടുണ്ടായിരുന്ന എന്താണ്, ടൈം ആയിരുന്നു. അത് 1 ആയിരുന്നു ഉണ്ടായിരുന്നത്, 1 സെക്കൻഡ്. വൈ ആക്സിസ് 1 സെന്റിമീറ്റർ ഈക്വൽ ടു നമ്മളൊരു ഡിസ്റ്റൻസ് ആണ് ഇവിടെ ഉണ്ടായിരുന്നത്. അത് മാത്രമല്ല ഞാൻ ഒരു 1 സെന്റിമീറ്ററിൽ ആദ്യം മാർക്ക് ചെയ്തത് എന്തായിരുന്നു, 1 ആണ്. എന്ന് പറഞ്ഞാൽ 1 മീറ്റർ. ഈ ഒരു സംഭവം നമ്മൾ എല്ലാ ഗ്രാഫിന്റെയും സൈഡിലായിട്ട് എഴുതണം. അതായത് നമ്മൾ വരയ്ക്കുന്ന ഗ്രാഫ് ഇങ്ങനെയാണെങ്കിൽ അതിന്റെ മുകളിൽ സൈഡിലായിട്ട് നമ്മൾ ഇങ്ങനെ ഒരു സാധനം എഴുതി വെക്കണം. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഈ ഒരു സാധനം ഇല്ലെങ്കിൽ നമ്മളുടെ ഗ്രാഫ് കംപ്ലീറ്റ് അല്ല. അപ്പൊ ഇങ്ങനെ ഒരു സംഭവം നമ്മൾ എന്തായാലും എഴുതി വെക്കണം. പിന്നെ ഒരു പ്രത്യേക കാര്യം, നമ്മൾ ജനറലി ആദ്യം എഴുതുക എക്സ് ആക്സിസ് ആണ്. ചില ആളുകൾ വൈ ആക്സിസ് മുകളിൽ എഴുതിയതായിട്ട് കണ്ടിട്ടുണ്ട്. അപ്പൊ നമ്മൾ എന്താണ്, നമ്മൾ ചെയ്യുന്ന ഒരു മെത്തേഡ് ഇങ്ങനെയാണ്. ആദ്യം നമ്മൾ എക്സ് ആക്സിസ് എഴുതും, ശേഷം നമ്മൾ വൈ ആക്സിസ് എഴുതാം. അത് നമുക്ക് അതിന്റെ ഒരു രീതിയിൽ തന്നെ തുടർന്ന് പോരാം, അതായിരിക്കും നല്ലത്. അപ്പൊ ഇതാണ് നമ്മളുടെ ഗ്രാഫ്. ഇനി ഞാൻ പറഞ്ഞ പോലെ നമുക്ക് നോൺ യൂണിഫോം വാല്യൂ വെച്ച് എങ്ങനെ ഗ്രാഫ് വരയ്ക്കാം എന്നുള്ളതൊന്ന് നോക്കാം. അപ്പൊ നമ്മളുടെ ടേബിൾ ഇതാണ്. ഇവിടെയാണ് എന്ത്, നമ്മളുടെ ടൈം എന്ന് പറഞ്ഞാൽ എക്സ് ആക്സിസ് ഇതാണ്, വൈ ആക്സിസ്. പൊതുവെ നമ്മുടെ എക്സ് ആക്സിസ് ആണ് മുകളിൽ ഉണ്ടാവുക, താഴെയാണ് വൈ ഉണ്ടാവുക ജനറലി. ഇനിയിപ്പം തിരിഞ്ഞു വന്നു കഴിഞ്ഞാലും ടൈം നമ്മൾ എവിടെ തന്നെ മാർക്ക് ചെയ്യണം, നമ്മളുടെ എക്സ് ആക്സിൽ കൊടുക്കണം. ഡിസ്റ്റൻസ് 0 1 2 3 4 5. ഇനിയിപ്പം നോൺ യൂണിഫോം ഡിസ്റ്റൻസ് ആണെന്ന് വിചാരിക്കാം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആദ്യം നമുക്ക് 0 കിട്ടുന്നു, പിന്നെ നമ്മളുടെ 1ൽ നമുക്കൊരു 10 വരുന്നു, 2ൽ നമുക്കൊരു 4 കിട്ടുന്നു, ഇവിടെ നമുക്കൊരു 3 കിട്ടുന്നു,
വീണ്ടും നമുക്ക് 10 കിട്ടുന്നു, 8 കിട്ടുന്നു. എനിക്കിഷ്ടമുള്ള കുറച്ച് വാല്യൂസ് ഞാൻ എഴുതിയതാണ്. അപ്പൊ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ വാല്യൂസ് എന്താ, നോൺ യൂണിഫോം ആണ്. അങ്ങനെ കൃത്യമായിട്ടുള്ള ഒരു റിപ്പീറ്റിംഗ് പാറ്റേൺ ഒന്നും കാര്യത്തിനില്ല. എന്തൊക്കെ ചില വാല്യൂസ് നമുക്ക് എല്ലാ വാല്യൂസിനും എന്താ ഗ്രാഫ് വരയ്ക്കാൻ വേണ്ടി പറ്റും. അപ്പൊ ഇവിടെ നമ്മളുടെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ഈ തന്നിരിക്കുന്ന ഡാറ്റയെ നമ്മൾ ഒരു ചിത്ര രൂപത്തിലേക്ക് ആക്കുന്നു. അത് തന്നെയാണ് എന്ത് നമ്മൾ ഗ്രാഫ് വരയ്ക്കാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പൊ നമുക്ക് ഇവിടെ വേണ്ടത് എന്താണ്, ഇത് നമ്മളുടെ y ആക്സിസ്, ഇത് നമ്മളുടെ x ആക്സിസ്. ദിസ് ഈസ് x, ദിസ് ഈസ് y. അപ്പൊ നമ്മൾ ഇവിടെ ചെയ്യുന്നത് ആദ്യം തന്നെ നമ്മൾ സ്കെയിൽ എടുക്കുന്നു, 1 സെന്റിമീറ്റർ മാർക്ക് ചെയ്യുകയൊക്കെ വേണം. എന്താണോ നമ്മൾ ലാസ്റ്റ് പ്രൊസീജിയർ പറഞ്ഞ സെയിം സംഭവം തന്നെയാണ് ചെയ്യേണ്ടത്. അത് ഓരോ ഗ്രാഫ് വരയ്ക്കുമ്പോഴും ഞാൻ വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്ത് കാണിക്കുന്നില്ല, പക്ഷെ നിങ്ങൾ ചെയ്യണം. അത് കഴിഞ്ഞ് നിങ്ങൾക്ക് ഇപ്പൊ കാണാൻ പറ്റുന്നുണ്ട് മുകളിൽ എനിക്ക് വേണ്ടത്ര സ്പേസ് ഇല്ല എന്ന് പറഞ്ഞാൽ എനിക്ക് 1, 2, 3 ഇത് നമ്മളുടെ x ആക്സിസ് ആണ്. അപ്പൊ നമുക്കിവിടെ ഞാൻ ഇതേപോലെ 1 സെന്റിമീറ്റർ വെച്ച് മാർക്ക് ചെയ്തെടുത്തു. ഇപ്പോൾ ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിവിടെ മാക്സിമം എന്താ 10 വരെ വാല്യൂ വരുന്നുണ്ട്. പക്ഷെങ്കിൽ എന്താ എനിക്കിവിടെയുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ എനിക്ക് സ്പേസ് തികയുന്നില്ല. ചില സമയത്ത് നമ്മുടെ ഗ്രാഫ് പേപ്പറിൽ ഒതുങ്ങാത്ത വാല്യൂസ് ഒക്കെ കിട്ടും, 100ഉം 200 ഒക്കെ ഉണ്ടാവും. അങ്ങനെയുള്ള സമയത്ത് നമ്മൾ എന്താ ചെയ്യാം, എല്ലാ സമയത്തും ഇത് 0 ആണ്, ഈ പോയിന്റ് O എന്ന് പറഞ്ഞാൽ 0 ആണ്. അപ്പൊ ഞാൻ എന്താ ചെയ്യാ, അതിനനുസരിച്ചുള്ള വാല്യൂ ഞാൻ എടുക്കണം. അപ്പൊ നമ്മൾ നേരത്തെ ഗ്രാഫിൽ 1, 2, 3 എന്നുള്ളതാണ് എടുത്തിട്ടുള്ളതെങ്കിൽ ഇവിടെ ഞാൻ കുറച്ച് മാറ്റിയെടുക്കാൻ പോവാണ്. 2, 4, 6, 8, 10 ഞാൻ ഇങ്ങനെ വാല്യൂ എടുത്തു. അപ്പൊ ഇതിന്റെ മീനിങ് ഇതാണ്, നമ്മൾ എടുക്കുന്നത് ഇവിടെ മുതൽ ഇവിടം വരെ 2 ആണ് എങ്കിൽ അടുത്ത 2 സെന്റിമീറ്റർ ഞാൻ എന്താണ് 4 ആണ് എടുക്കുക എന്ന് പറഞ്ഞാൽ ഇവിടെ ശരിക്കും എന്താണ് 2 plus 2 4, then 4 plus 2 6, then 6 plus 2 8, then 8 plus 2 10. ഇവരെല്ലാരും തമ്മിലുള്ള ഡിഫറൻസ് 2 ആണ്. എല്ലാ സമയത്തും നമ്മൾ ഇങ്ങനെ വാല്യൂ എടുക്കുമ്പോൾ ആ ഒരു കൃത്യമായ പാറ്റേണിലാണ് എടുക്കേണ്ടത്. അല്ലാതെ നമുക്ക് ഇഷ്ടമുള്ള പോലെ ഇപ്പം ചില ആളുകളുടെ ആൻസർ ഷീറ്റ് ഞാൻ കണ്ടതാണ്, ഈ താഴെ y ആക്സിസിൽ എന്താണോ ഉള്ളത് അത് ഇതേപോലെ തന്നെ ഇവിടെ 0, അടുത്ത 10, അടുത്തത് 4, ഇനി അടുത്ത 3, ഇനി അത് കഴിഞ്ഞ് അടുത്ത 10, 8 ഇങ്ങനെ തന്നെ അങ്ങ് എഴുതി വെച്ചു. എന്നിട്ട് എന്ത് ചെയ്തു, ഇവിടെ 1, 2, 3 എന്ന് കൊടുക്കുന്നു, ഇതിങ്ങനെ പോയിന്റ് മാർക്ക് ചെയ്യുന്നു, നേരെ ഒരു ഗ്രാഫ് വരയ്ക്കുന്നു. ഇങ്ങനെയാണ് നമ്മൾ പ്രൊസീഡ് ചെയ്യുന്ന മെത്തേഡ് എങ്കിൽ എന്താ നമ്മൾ ഏത് ഗ്രാഫ് വരച്ചാലും നമുക്ക് ഒരൊറ്റ സംഭവം കിട്ടുള്ളൂ. അബ്സല്യൂട്ട്ലി റോങ് ആണ്. നമ്മൾ അങ്ങനെയല്ല വാല്യൂ എടുക്കേണ്ടത്. നമ്മൾ ഇങ്ങനെ നമ്മളുടെ ഗ്രാഫ് പേപ്പറിന്റെ വലുപ്പം അനുസരിച്ച് എന്ത് ചെയ്യുന്നു, നമ്മൾ അതിന്റെ പോയിന്റ്സ് മാർക്ക് ചെയ്യുന്നു. ഇനി അടുത്ത് നമുക്ക് ഇവിടെ 0, 1, 2, 3, 4, 5 ഉണ്ട്. അപ്പൊ ഇവിടെയുള്ള ഗുണം എന്താന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ധാരാളം സ്പേസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ എന്ത് കൊടുക്കുന്നു, 1, 2, 3, 4, 5, 6, 7 ഇങ്ങനെ ഇടുന്നു. നമ്മളുടെ ഗ്രാഫിന്റെ അകത്തുള്ള വാല്യൂസിൽ കൂടുതൽ കൊടുക്കാൻ സ്പേസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വാല്യൂസ് കൊടുത്തിടാം, പ്രശ്നമൊന്നുമില്ല. അപ്പൊ നമ്മളുടെ ഒന്നാമത്തെ പോയിന്റ് ഇതാണ് 0, 0, 0, 0 മാർക്ക് ചെയ്യുന്നു. ഇനിയിപ്പം എല്ലാ ഗ്രാഫുകളുടെയും ഫസ്റ്റ് പോയിന്റ് 0, 0 ആയിരിക്കണം എന്നൊന്നും വിചാരിക്കരുത്. അത് നമ്മളിപ്പം വരയ്ക്കുന്നത് പൊസിഷൻ ടൈം ഗ്രാഫ് ആയതുകൊണ്ട് നമ്മളുടെ ഇപ്പൊ കാറിന്റെ മോഷൻ ആണ് നമ്മൾ ഗ്രാഫ് ആക്കുന്നത് എങ്കിൽ നമ്മളുടെ കാർ ആദ്യം എന്തായിരുന്നു, റെസ്റ്റിലായിരുന്നു എന്നുള്ള ഒരു കൺസെപ്റ്റ് വെച്ചുകൊണ്ടാണ് നമ്മളുടെ ഗ്രാഫുകൾ നമ്മൾ 0, 0 വരയ്ക്കുന്നത്. വാല്യൂസ് 0 തന്നെ എല്ലാ പ്രാവശ്യവും സ്റ്റാർട്ട് ചെയ്യണം നിർബന്ധമൊന്നുമില്ല. കാരണം ചിലപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഗ്രാഫ് വരയ്ക്കുക, ഓൾറെഡി കാർ മോഷനിലുള്ള ഒന്നിന്റെ മോഷനാണ് നമ്മൾ ഗ്രാഫിൽ പ്ലോട്ട് ചെയ്യുന്നത് എങ്കിൽ നമ്മളുടെ ഗ്രാഫിന്റെ വാല്യൂ എവിടെന്നെങ്കിലും ഒക്കെ സ്റ്റാർട്ട് ചെയ്യാം. അതുകൊണ്ട് എല്ലാ ഗ്രാഫുകളും ഇവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യാന്ന് വിചാരിക്കേണ്ട. പക്ഷേ നമ്മുടെ വാല്യൂ 0, 0 എന്നാണെങ്കിൽ അത് എവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യുള്ളൂ, ഈ ഒരു പോയിന്റിൽ നിന്നേ സ്റ്റാർട്ട് ചെയ്യുള്ളൂ. അപ്പൊ നമ്മൾ ഈ ഗ്രാഫിന്റെ പോയിന്റ്സ് മാർക്ക് ചെയ്യാൻ പോവാണ്. ഒന്നാമത്തെ പോയിന്റ് ഇതാണ്, ഞാനത് മാർക്ക് ചെയ്തു. ഇനി അടുത്തത് 1ന് കറസ്പോണ്ടിങ് ആയി 10 എന്ന് പറഞ്ഞാൽ വീണ്ടും നമ്മൾ സ്കെയിൽ എടുക്കുക, നമ്മൾ ഇതിന് പെർപെൻഡിക്കുലർ ആയി നമ്മൾ മുകളിലേക്ക് 1ൽ നിന്നും വരയ്ക്കുന്നു. ഞാനത് മാർക്ക് ചെയ്തു. ഇനി അതിന് കറസ്പോണ്ടിങ് ആയുള്ള നമ്മുടെ വൈന്റെ വാല്യൂ എന്താണ്, 10 ആണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ ഇങ്ങനെ വെക്കുന്നു, മാർക്ക് ചെയ്യുന്നു. അപ്പൊ ഇതാണ് എന്ത് നമ്മളുടെ രണ്ടാമത്തെ പോയിന്റ്. ബാക്കി നമ്മളുടെ എക്സസ് ആയിട്ട് വന്നിട്ടുള്ള ലൈൻ ഒക്കെ നമ്മൾ അന്നേരം തന്നെ എന്ത് ചെയ്യുക, റബ്ബ് ചെയ്ത് കളയാം. ഇനി അടുത്തത് 2ന് കറസ്പോണ്ടിങ് ആയി 4 ആണ്. നമ്മളുടെ എക്സ് ആക്സിസിൽ 2 ആണ്. അപ്പൊ നമ്മൾ ഈ പോയിന്റിൽ നമ്മൾ ഇങ്ങനെ സ്കെയിൽ വെക്കുന്നു, മുകളിലേക്ക് ഒരു ലൈൻ വരയ്ക്കുന്നു.
അത് കഴിഞ്ഞ് നമുക്ക് എന്താ 2-ന് കറസ്പോണ്ടിങ് ആയി 4 ആണ് വൈൽ എന്ന് പറഞ്ഞാൽ നമ്മളുടെ 4 ഇവിടെയാണ്, അവിടെ വെക്കുന്നു, നീട്ടി ഒരു ലൈൻ വരയ്ക്കുന്നു. അപ്പൊ ഇന്റർസെക്ട് ചെയ്ത പോയിന്റ് നമ്മൾ മാർക്ക് ചെയ്യുന്നു. ബാക്കി എക്സസ് ആയിട്ടുള്ള ലൈനൊക്കെ നമ്മൾ മായ്ച്ചു കളയുന്നു. അപ്പൊ നമ്മളുടെ ഒന്നാമത്തെ പോയിന്റ് 0 0, ഇതാ രണ്ടാമത്തെ പോയിന്റ് 1 10, ഇത് മൂന്നാമത്തെ പോയിന്റ് 2 4. ഇനി അടുത്ത പോയിന്റ് ഇതാണ് 3 3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ 3-ൽ നിന്നും നമ്മൾ മുകളിലേക്ക് ഒരു ലൈൻ വരയ്ക്കുന്നു. പെർപെൻഡിക്കുലർ ആയി സ്ട്രെയിറ്റ് ആയി നമ്മൾ ഒരു ലൈൻ വരയ്ക്കുന്നു. ഇനി അടുത്ത നമ്മൾ എന്താ 3 നമ്മൾ ഈ വാല്യൂ ഇതിനകത്ത് എഴുതി കാണുന്നുണ്ടോ? ഇല്ല. അതിന്റെ മീനിങ് എന്താണ്? നമ്മളുടെ ഈ ലൈനിന്റെ നടുക്കാണ് ആരുള്ളത്? 3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ 1 സെന്റിമീറ്റർ ആണല്ലോ എടുത്തിട്ടുള്ളത്. അപ്പൊ 1 സെന്റിമീറ്ററിന്റെ നടുക്ക് എന്താണ്? 0.5 സെന്റിമീറ്റർ എന്ന് പറഞ്ഞ സാധനം ഉണ്ടല്ലോ, അവിടെയാണ് ആരുള്ളത്? നമ്മളുടെ 3 ഉള്ളത്. അപ്പൊ അവിടെ വെക്കുന്നു, നമ്മൾ ഈ ഒരു ലൈൻ നേരെ വരയ്ക്കുന്നു. അപ്പൊ അത് ഇന്റർസെക്ട് ചെയ്തു, അവിടെ ഞാൻ പോയിന്റ് മാർക്ക് ചെയ്യുന്നു. അതിനുശേഷം ബാക്കിയുള്ളത് എന്ത് ചെയ്തു? റബ്ബ് ചെയ്ത് ഒഴിവാക്കി. അങ്ങനെ നമുക്ക് 3 3 എന്നുള്ള പോയിന്റ് കിട്ടി. ഇനി അടുത്തത് എന്താണ്? 4 10 4 10. അപ്പൊ 4-ൽ നിന്നും എന്ത് ചെയ്യാം? മുകളിലേക്ക് നമ്മൾ വീണ്ടും പെർപെൻഡിക്കുലർ ആയിക്കൊണ്ട് ഒരു സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കുന്നു. 4-ന് എന്താ കറസ്പോണ്ടിങ് ആയിട്ടുള്ളത്? 10 ആണ്. അപ്പൊ വീണ്ടും നമ്മളുടെ 10 എന്നുള്ള വാല്യൂ വന്നിട്ടുണ്ട്. അപ്പൊ നമ്മൾ വീണ്ടും നീട്ടി വരയ്ക്കുന്നു. അത് ഇന്റർസെക്ട് ചെയ്ത പോയിന്റ് എന്ത് ചെയ്തു? ഞാൻ മാർക്ക് ചെയ്തു വരയ്ക്കുന്നു. ബാക്കി എക്സസ് ആയിട്ടുള്ള ലൈനൊക്കെ റബ്ബ് ചെയ്ത് കളഞ്ഞു. ഇനി ഒരു പോയിന്റ് കൂടി ഉണ്ട്, 5 8. അതായത് 5-ൽ ഞാൻ മുകളിലേക്ക് ഒരു വര വരയ്ക്കുന്നു. അതിന് നമുക്ക് കിട്ടിയ വാല്യൂ എന്താ? 8 ആണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 8-ൽ ഞാൻ സ്കെയിൽ വെക്കുന്നു, പെർപെൻഡിക്കുലർ ആയി നേരെ ഒരു ലൈൻ വരയ്ക്കുന്നു. അപ്പൊ എന്താ? ഇന്റർസെക്ട് ചെയ്ത ഈ പോയിന്റ് ആണ് എന്ത്? നമ്മളുടെ അടുത്ത പോയിന്റ്. ഇപ്പൊ നമ്മളുടെ കയ്യിൽ കുറെ വാല്യൂസ് ഉണ്ട്, അതായത് കുറെ പോയിന്റ്സ് നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ നേരത്തെ വളരെ യൂണിഫോം ആയതുകൊണ്ട് നേരെ നീട്ടി അങ്ങ് വരച്ചാൽ മതിയായിരുന്നു, പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇവിടെയുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മളുടെ വാല്യൂസ് യൂണിഫോം അല്ലാത്തത് കൊണ്ട് തന്നെ ഇതെങ്ങനെ വരയ്ക്കാന്നുള്ള ഒരു വിഷയമാണ്. കാരണം ഇങ്ങനെയൊക്കെ പോയിന്റ്സ് ഒക്കെ കറക്റ്റായി മാർക്ക് ചെയ്ത് കഴിഞ്ഞ് ചില ആളുകൾ ചെയ്ത പരിപാടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ നിന്ന് ഇങ്ങോട്ട് വരച്ച് അങ്ങോട്ട് വരച്ച് ഇങ്ങോട്ട് വരച്ച് അങ്ങോട്ട് വരച്ച് ഇങ്ങോട്ടൊക്കെ വരച്ചു വെച്ചു. അങ്ങനെ വരയ്ക്കാൻ പാടില്ല. നമ്മളുടെ ഒന്നാമത്തെ പോയിന്റ് ഏതാ? ഞാൻ മാർക്ക് ചെയ്യാവേ. ഒന്നാമത്തെ പോയിന്റ്, ഇത് രണ്ടാമത്തെ പോയിന്റ്, ഇത് മൂന്നാമത്തെ പോയിന്റ്, നാലാമത്തെ പോയിന്റ്, അഞ്ചാമത്തെ പോയിന്റ്, ആറാമത്തെ പോയിന്റ്. അപ്പൊ ഈ ഓരോ പോയിന്റും ഓർഡറിൽ തന്നെ വേണം നമ്മൾ മാർക്ക് ചെയ്യാൻ. ഇത് മാത്രമല്ല, ചില ഗ്രാഫുകൾ നമ്മൾ പെൻസിൽ വെച്ചുകൊണ്ട് ഡയറക്റ്റ് ആയിട്ട് വരയ്ക്കുകയാണ് ചെയ്യുക. പക്ഷേങ്കിൽ നമ്മളുടെ പൊസിഷൻ ടൈം ഗ്രാഫ് അല്ലെങ്കിൽ ഡിസ്റ്റൻസ് ടൈം ഗ്രാഫ്, ഈ ഡിസ്റ്റൻസ് ടൈം ഗ്രാഫിന്റെ വേറൊരു പേരാണെന്ത്? പൊസിഷൻ ടൈം ഗ്രാഫ്. അപ്പൊ ഈ ഒരു ഗ്രാഫ് നമ്മൾ വരയ്ക്കുന്ന സമയത്ത് നിങ്ങൾക്ക് സ്കെയിൽ ഉപയോഗിക്കാം. അപ്പൊ നമ്മളിങ്ങനെ ആദ്യത്തെ പോയിന്റിൽ നിന്നും രണ്ടാമത്തെ പോയിന്റിലേക്ക് നമ്മൾ എന്ത് ചെയ്തു? ലൈൻ വരച്ചു. ഇനി അടുത്തത് രണ്ടാമത്തെ പോയിന്റിൽ നിന്നും മൂന്നാമത്തെ പോയിന്റിലേക്കാണ് നമ്മൾ വരയ്ക്കേണ്ടത്. അത് കഴിഞ്ഞ് 3-ൽ നിന്നും നമ്മൾ 4-ലേക്ക് കൊടുക്കുകയാണ്. അത് കഴിഞ്ഞ് നമ്മൾ 4-ാമത്തെ പോയിന്റിൽ നിന്നും 5-ാമത്തെ പോയിന്റിലേക്ക് നമ്മൾ വരയ്ക്കണം. അത് കഴിഞ്ഞ് 5-ാമത്തെ പോയിന്റിൽ നിന്നും 6-ാമത്തെ പോയിന്റിലേക്ക് വരയ്ക്കുന്നു. അപ്പൊ ഇതാണ് നമ്മളുടെ ഗ്രാഫിന്റെ ഒരു രീതി. ഇനി അത് മാത്രല്ല, എന്ത് രീതിയിലാണെന്നൊന്നും അറിയില്ല, ചില ആളുകൾ ഇതും ഈ താഴത്തെ സംഭവം കൂടെ കൂട്ടി വരച്ചിട്ടുണ്ട്. അങ്ങനെ കൂട്ടി വരയ്ക്കരുത്. കാരണം ഇതാണ്, നമ്മളിപ്പോ എന്താണ് ഈ ഒരു 5 സെക്കൻഡ് വരെയുള്ള ഒരു സംഭവം നമ്മൾ ഇവിടെ പ്ലോട്ട് ചെയ്യുന്നേ ഉള്ളൂ. ബാക്കി ഇതിന്റെ വാല്യൂസും കാര്യങ്ങളൊക്കെ ഈ ടേബിളിന്റെ കൂടെ ഉണ്ടാവാം. നമ്മൾ ഈ ഒരു വാല്യൂ എടുത്ത് വരയ്ക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഗ്രാഫ് നമ്മളിങ്ങനെ വായുവിൽ നിർത്തുകയാണ്. നമ്മളിത് താഴേക്ക് എക്സ്റ്റെൻഡ് ചെയ്ത് വെച്ച് മുട്ടിക്കാനൊന്നും പാടില്ല. നമ്മൾ ഇവിടെ എന്താണ് 0 എന്നുള്ള ഒരു വാല്യൂ ഉള്ളത് കൊണ്ടാണ് നമ്മൾ ഇങ്ങനെ വരച്ചത്. ഇനി ഞാൻ പറഞ്ഞു, ചില ഗ്രാഫുകളിൽ 0 എന്നുള്ള ഒരു വാല്യൂ ഉണ്ടാവില്ല. അങ്ങനെയാണെങ്കിൽ ഇതെങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. ഈ ഒരു ലൈൻ ഉണ്ടാവില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഗ്രാഫ് തുടങ്ങുന്നതും അവസാനിക്കുന്നതും എവിടെയായിരിക്കും? വായുവിലായിരിക്കും. ഞാൻ അവസാനം അത് മായ്ച്ച് എങ്ങനെ ഉണ്ടാവാന്നുള്ളത് കാണിച്ചു തരാം. അതിനു മുന്നേ ഞാൻ പറഞ്ഞതുപോലെ നമ്മളുടെ ഗ്രാഫ് കംപ്ലീറ്റ് ആവണമെങ്കിൽ അവിടെ ആരെ വരയ്ക്കണം? നമ്മളുടെ സ്കെയിൽ എഴുതണം. X axis 1 centimeter,
ഈക്വൽ ടു നമ്മളുടെ എക്സ് ആക്സിസിൽ 1 സെന്റിമീറ്റർ നമ്മൾ എന്താ എടുത്തിട്ടുള്ളത്? 1 സെക്കൻഡ് ആണ് എടുത്തിട്ടുള്ളത്. 1 സെക്കൻഡ്. ഇത് എല്ലാ സമയത്തും 1 സെക്കൻഡ് ഒന്നും ആയിരിക്കണമെന്നില്ല. ചില സമയത്ത് നമ്മൾ 1 മിനിറ്റ് ആയിരിക്കാം, ചിലപ്പോൾ നമ്മൾ 1 ഹവർ ആയിരിക്കാം. അത് നമുക്ക് തരുന്ന ഡാറ്റയ്ക്ക് അനുസരിച്ചാണ് ഉണ്ടാവുക. ഇനി അടുത്തത് y ആക്സിസ് 1 സെന്റിമീറ്റർ ഈസ് ഈക്വൽ ടു, ഇതിങ്ങനെ എഴുതാൻ വേണ്ടിയിട്ടാണ് ഞാൻ നിങ്ങളോട് ആദ്യമേ പറഞ്ഞത് സ്കെയിൽ വെച്ച് 1 സെന്റിമീറ്റർ അളന്ന് നമ്മൾ എടുക്കുന്നത്. അതുകൊണ്ടാണ് ഇപ്പൊ നമ്മുടെ ഗ്രാഫ് പേപ്പർ ആണെങ്കിൽ അത് റെഡിമെയ്ഡ് ആയി 1 സെന്റിമീറ്റർ വെച്ചിട്ട് എന്ത് ചെയ്തിട്ടുള്ള കോളംസ് ആണ് അവിടെ ഉള്ളത്. അപ്പൊ കൃത്യമായിട്ട് അങ്ങ് എഴുതിയാൽ മതി. അവിടെ നമ്മൾ ഇത് തന്നെയാണ് എഴുതേണ്ടത്. y ആക്സിസ് 1 സെന്റിമീറ്റർ ഈക്വൽ ടു, ഇവിടെ നമ്മൾ എടുത്തത് എന്താ? ആദ്യത്തെ ക്വസ്റ്റ്യനിൽ നമ്മൾ 1 ആണ് എടുത്തിട്ടുള്ളത്, പക്ഷെ ഇവിടെ എന്താ നമ്മൾ എടുത്തിട്ടുള്ളത്? 2 ആണ്. അപ്പം നമ്മൾ മാറ്റി എഴുതേണ്ടത് ഇവിടെയാണ് 2 മീറ്റർ. ഇനിയിപ്പം എല്ലാ സമയത്തും മീറ്റർ ആയിരിക്കണം എന്നില്ല, ചില സമയത്ത് കിലോമീറ്ററോ മൈലോ എന്താന്ന് വെച്ചാൽ അത് നമ്മളുടെ ഡാറ്റയ്ക്ക് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടാണ് ഉണ്ടാവുക. അപ്പൊ ഈ ഗ്രാഫ് ഇപ്പൊ കംപ്ലീറ്റ് ആയി. നമ്മൾ സ്കെയിൽ, ഈ എഴുതുന്ന സാധനത്തിന്റെ പേര് സ്കെയിൽ എന്നാണ്. ഗ്രാഫിന്റെ സ്കെയിൽ എഴുതി അതിന്റെ ഡാറ്റയ്ക്ക് കറസ്പോണ്ടിങ് ആയി നമ്മൾ കൃത്യമായി ഗ്രാഫ് വരച്ചു. ഇനിയിപ്പം സപ്പോസ് നമ്മളുടെ ഗ്രാഫിന്റെ വാല്യൂയിൽ 0 0 ഇല്ലാന്ന് വിചാരിച്ചോ. നമ്മുടെ ഗ്രാഫിൽ തരാത്ത ഒരു സാധനവും നമുക്ക് അതിനകത്ത് പ്ലോട്ട് ചെയ്യാൻ പറ്റില്ല. അങ്ങനെയാണെങ്കിൽ പിന്നെ ഈ ഒരു ഫസ്റ്റ് പോയിന്റ് നമുക്ക് തന്നിട്ടില്ല. അപ്പൊ ഇവിടെ നമുക്ക് ഇങ്ങനെ ഒരു പോയിന്റ് മാർക്ക് ചെയ്യാൻ പറ്റില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ലൈൻ, ആ ഒരു പോയിന്റ് പിന്നെ നമ്മുടെ ഗ്രാഫിലില്ല. ഈ ഒരു ഡാറ്റയ്ക്ക് കറസ്പോണ്ടിങ് ആയി നമ്മൾ വരയ്ക്കുന്ന ഗ്രാഫ് ഇങ്ങനെയാണ് ഉണ്ടാവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തുടക്കത്തിൽ ആ 0 0 ഇല്ല എങ്കിൽ നമ്മളുടെ ഗ്രാഫ് എങ്ങനെയാണുള്ളത്? ഇങ്ങനെയാണുള്ളത്. ഇങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ്. കാരണം 0 എന്നുള്ളൊരു വാല്യൂ നമുക്ക് ഇവിടെ തന്നിട്ടില്ല എങ്കിൽ നമുക്കതിനെ കൂട്ടി യോജിപ്പിക്കാൻ റൈറ്റ് ഇല്ല. കാരണം ഇതിന്റെ ഇടയ്ക്ക് ഈ 0യ്ക്ക് മുന്നേ വേറെ പല വാല്യൂസ് ഉണ്ടോ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം ഇതിനൊക്കെ ഇടയിലൊക്കെ കുറെ പോയിന്റ്സ് ഉണ്ട്. അപ്പൊ അതുകൊണ്ട് ഈ ഒരു ഡാറ്റ ആണെങ്കിൽ നമ്മൾ ഗ്രാഫ് ഇങ്ങനെ ഇതും എവിടെയോ സ്റ്റാർട്ട് ചെയ്തു, ഇതും എവിടെയോ സ്റ്റാർട്ട് ചെയ്തതുപോലെ ഇങ്ങനെ നിൽക്കും. കൂട്ടി മുട്ടിക്കാൻ പാടില്ല. ഇങ്ങനെയാണ് ഡാറ്റ എങ്കിൽ. അപ്പൊ ഇത്രയും കാര്യങ്ങളാണുള്ളത്. യൂണിഫോം ആയിട്ടുള്ള ഗ്രാഫ് വരച്ച് കാണിച്ചു, നോൺ യൂണിഫോം ആയിട്ടുള്ള ഗ്രാഫ് വരച്ച് കാണിച്ചു. ഇനി അടുത്ത ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒന്നുകൂടെ വരച്ച് കാണിച്ചു തരാം. ഇപ്പൊ നമ്മൾ ഈ സ്മോൾ വാല്യൂസ് വെച്ചിട്ടല്ലേ ഈ 2 ഗ്രാഫും വരച്ചിട്ടുണ്ട്. കാരണം 1 പിന്നെ 1 2 വെച്ച് മാർക്ക് ചെയ്തു. ഇനി ഇതൊന്നും അല്ലാതെ ചില ടേബിൾ നിങ്ങൾക്ക് ഇങ്ങനെ കാണാം. ഇവിടെയും നമ്മളുടെ എക്സ് ആക്സിസ് ഉണ്ട്, ഇവിടെയും നമ്മളുടെ വൈ ആക്സിസ് ഉണ്ട്. അപ്പൊ ഈ വാല്യൂസിന് 0 1 2 3 4 ഈ ടൈമിന് ഇവിടെ നമ്മളുടെ ടൈമാണ്, ഡിസ്റ്റൻസ് ആണ്. വളരെ ഫാസ്റ്റ് ആയി മൂവ് ചെയ്യുന്ന ഒരു കാറിന്റെ ഡീറ്റെയിൽസ് ആണ് ഞാൻ ഇവിടെ എഴുതാൻ പോകുന്നത്. അപ്പൊ നമ്മൾ നോക്കുന്ന സമയത്ത് ഇവിടെ എന്താ 100 200 300 400 500 600 ഇങ്ങനെയാണ് വാല്യൂ ഉള്ളത്. അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്താ ചെയ്യുക? ഇത് നമ്മളുടെ y ആക്സിസ്, ഇത് നമ്മളുടെ x ആക്സിസ്. y x. നമ്മൾ വീണ്ടും ഇത് 0 1 2 3 4 5 6 എന്ന് നമ്മൾ സ്കെയിൽ വെച്ചുകൊണ്ട് മാർക്ക് ചെയ്യുന്നു. ഇവിടെ ഉള്ളത് 0 1 2 3 4 5 ആണ്. ഇവിടെ എഴുതേണ്ടത് 0 അല്ല, 1 2 3 4 5 6 എന്ന് പറഞ്ഞ് മാർക്ക് ചെയ്തു. ഇനി അടുത്ത ക്വസ്റ്റ്യൻ y എങ്ങനെ മാർക്ക് ചെയ്യും? ഇവിടെ നമ്മൾ വീണ്ടും മെഷർ ചെയ്യുന്നത് 1 2 3 4 5 6 എന്ന് സ്കെയിൽ വെച്ചുകൊണ്ട് നമ്മൾ 1 സെന്റിമീറ്റർ 2 സെന്റിമീറ്റർ 3 സെന്റിമീറ്റർ തന്നെയാണ് മാർക്ക് ചെയ്യുന്നത്. പക്ഷേ എങ്കിൽ ഇവിടെ നമുക്ക് 1 2 3 എന്ന് പറഞ്ഞ് 100 200 300 എന്ന് പറഞ്ഞിട്ട് ഗ്രാഫ് പേപ്പറിൽ ഓരോ സെന്റിമീറ്റർ വെച്ച് എടുക്കാൻ പറ്റുമോ? ഇല്ല. ഒരു കാരണവശാലും അതിന്റെ ആ ഒരു ലെങ്ത് വെച്ച് നമുക്ക് വരയ്ക്കാൻ പറ്റില്ല. അപ്പൊ നമ്മൾ സെലക്ട് ചെയ്യേണ്ടത് എന്താണ്? ഇവിടെ നമ്മൾ y ആക്സിസിൽ എഴുതേണ്ടത് 100. നെക്സ്റ്റ് എന്താണ്? 200 300 400 500 ഇങ്ങനെ എഴുതാം. ഇതൊരു മെത്തേഡ്. ഇനി അതല്ലാതെ നമുക്ക് എങ്ങനെ എഴുതാം? ഞാൻ കുറച്ചും കൂടെ ഇങ്ങനെ വരച്ചു കഴിഞ്ഞാൽ ചെറിയൊരു ഗ്രാഫാണ് കിട്ടുക. കുറച്ചും കൂടെ വിശാലമായിട്ട് എനിക്ക് ഗ്രാഫ് വരയ്ക്കണമെങ്കിൽ ഞാൻ ഈ വാല്യൂസ് എനിക്ക് എങ്ങനെ എടുക്കാം എന്ന് പറഞ്ഞാൽ ആദ്യം ഞാൻ 50 മാർക്ക് ചെയ്തു. 50 100 150 200 250 300 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടാമത്തെ ലൈനിലാണ് ഞാൻ ആരെ മാർക്ക് ചെയ്തത്? 100. നാലാമത്തെ ലൈനിൽ 200. ആറാമത്തെ ലൈനിലാണ് എന്ത്? നമ്മളുടെ 300 വരുന്നത്.
അങ്ങനെ നമുക്ക് മാർക്ക് ചെയ്യാം. ഇതിന്റെ ഒക്കെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ എന്താ, ഇവിടെയുള്ള ഡിഫറൻസ് ഒക്കെ സെയിം ആണ് എന്ന് പറഞ്ഞാൽ ആദ്യം ഞാൻ 50 മാർക്ക് ചെയ്തു. ഇനി അടുത്തത് കിട്ടാൻ വേണ്ടി 50 + 50 100. അടുത്തത് 100 + 50 ആണ് എന്ത് 150. ഇനി മൂന്നാമത്തെ പോയിന്റ് കിട്ടാൻ വേണ്ടി അടുത്ത പോയിന്റ് കിട്ടാൻ എന്താ ചെയ്യുന്നത് 150 + 50 200. 200 + 50 250 എന്ന് പറഞ്ഞാൽ നമ്മൾ കൃത്യമായ ഒരു രീതിയാണ്. അല്ലാതെ ആദ്യം നമ്മൾ 50 ആഡ് ചെയ്തു, അടുത്ത നമ്മൾ 30 അല്ല ആഡ് ചെയ്യുക, അല്ലെങ്കിൽ 150 കൊണ്ട് ആഡ് ചെയ്യല്ല ചെയ്യുക. റെഗുലറായി കൃത്യമായി എല്ലാ വാല്യൂവിന്റെ കൂടെയും നമ്മൾ 50 ആണ് ആഡ് ചെയ്തെങ്കിൽ ഗ്രാഫ് ഓക്കെ ആണ്, ഒരു പ്രശ്നമില്ല, വളരെ കറക്റ്റ് ആയിരിക്കും. അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ വാല്യൂസ് മാർക്ക് ചെയ്യേണ്ടത്. ഇത് നിങ്ങൾക്ക് ആദ്യം വേണമെങ്കിൽ 100 വെച്ച് വരയ്ക്കാം. 100 200 300 അവിടെയാണെങ്കിൽ ഡിഫറൻസ് എന്താ വരിക 100 ആണ് അവിടുത്തെ ഡിഫറൻസ്. ഇപ്പൊ ഞാൻ എഴുതിയതിൻ്റെത് 50 ആണ് ഡിഫറൻസ്. ഇതല്ലാതെ നിങ്ങൾക്ക് വേണമെങ്കിൽ എന്താ 25 വെച്ച് വരയ്ക്കാം. അങ്ങനെ എടുക്കുകയാണെങ്കിൽ എന്താ 25 50 75 100 അങ്ങനെയാണ് വരിക. അങ്ങനെ വരയ്ക്കുമ്പോൾ കുറച്ചുകൂടെ വലിയ ഗ്രാഫ് ആയിരിക്കും. ഇതൊക്കെ മെത്തേഡ് ശരിയാണ്. ആകെ മെമ്മറൈസ് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ഇവിടെയുള്ള ഡിഫറൻസ് എന്തായിരിക്കണം സെയിം ആയിരിക്കണം. അത്രയും കാര്യങ്ങളേ ഉള്ളൂ. അപ്പൊ ഇതിന്റെ വാല്യൂസ് മാർക്ക് ചെയ്താൽ എന്താ നമുക്ക് സ്ട്രെയിറ്റ് ആയിട്ടുള്ള ഒരു ഗ്രാഫ് ആണ് കിട്ടുക. വളരെ സിമ്പിൾ ആണ്. ആദ്യത്തത് 0 0 ആണ്, അടുത്തത് 1 എന്താണ്. വേറെ ഒരു കാര്യമുള്ളത് എന്താന്ന് പറഞ്ഞാൽ സാധാരണ നമ്മളുടെ ഗ്രാഫുകളിൽ നമ്മളെ വാല്യൂസ് എന്താ 0ക്ക് കറസ്പോണ്ടിങ് ആയി 0 ആണ്. എല്ലാ ഗ്രാഫുകളിലും 0ക്ക് കറസ്പോണ്ടിങ് ആയി 0 ഒന്നും വരണമെന്നില്ല. അതിൻ്റെ എന്താന്ന് കാണിക്കാം. ഇങ്ങനെ ഒരു അവസരത്തിൽ നമ്മൾ ഈ 100 എവിടെ കൊണ്ടുവച്ചാൽ മാർക്ക് ചെയ്യുക, അതൊരു ക്വസ്റ്റ്യൻ ആണ്. അങ്ങനെയുള്ള അവസരത്തിൽ നമ്മൾ ഇവിടെയല്ല മാർക്ക് ചെയ്യേണ്ടത്, കാരണം നമ്മളുടെ x 0 ആണ്. ഓക്കെ, അപ്പൊ നമ്മൾ 0യിൽ നിന്നും മുകളിലേക്ക് ഒരു സ്ട്രെയിറ്റ് ലൈൻ വരച്ചാൽ കാണുന്ന ലൈനാണ് എന്ത് നിങ്ങൾ ഈ കാണുന്ന ആക്സിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0ക്ക് കറസ്പോണ്ടിങ് ആയി y-ന്റെ 100 എന്ന് പറഞ്ഞാൽ നമ്മൾ മാർക്ക് ഇവിടെയാണ്. നമ്മളുടെ y ആക്സിസിന്റെ മുകളിലാണ് ആ പോയിന്റ് ഉണ്ടാവുക. അപ്പൊ നമ്മൾ നോക്കണം എന്ത് വാല്യൂ ആണ് നമ്മളുടെ ടേബിളിൽ തന്നിട്ടുള്ളത്, അതിനനുസരിച്ചായിരിക്കും നമ്മളുടെ പോയിന്റ് ഉണ്ടാവുക. അപ്പൊ ഇതാണ് നമ്മുടെ ഒന്നാമത്തെ പോയിന്റ്. ഇനി രണ്ടാമത്തെ ഒന്നിനെന്താ 200 എന്ന് വന്നു. നമ്മൾ എല്ലാ പ്രൊസീജിയേഴ്സും ഫോളോ ചെയ്തുകൊണ്ട് നമ്മൾ വരയ്ക്കണം. രണ്ടാമത്തത് 200 എന്ന് കിട്ടി. ഇനി 2 എന്നുള്ള എക്സിന് 300 ഇവിടെ വന്നു. ഇനി ബാക്കി പോയിന്റ്സ് മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ സ്ട്രെയിറ്റ് ആണ് വരിക. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ ഈ ലൈൻ വരച്ച് സ്റ്റാർട്ട് ചെയ്യുക എവിടെ നിന്നല്ല, ഇവിടെ നിന്നല്ല. എവിടെ നിന്നാ സ്റ്റാർട്ട് ചെയ്യുക, ഇവിടെ നിന്നാണ്. ഇവിടെ നിന്ന് ഇങ്ങനെ വരയ്ക്കുന്നു, ഇങ്ങനെ വരയ്ക്കുന്നു, സ്ട്രെയിറ്റ് ആയിട്ട് നമ്മൾ വരയ്ക്കുന്നു. അപ്പൊ ഇതാണ് നമ്മളുടെ ഗ്രാഫ്. എന്തായിരുന്നു നമ്മുടെ മാറ്റം, y ആക്സിസിൽ 0 അല്ല സ്റ്റാർട്ട് ചെയ്തത് 100 ആണ് സ്റ്റാർട്ട് ചെയ്തത് എന്നുള്ളത് കൊണ്ടാണ് നമ്മളുടെ ഗ്രാഫിന് ഈ മാറ്റം വന്നത്. അപ്പൊ ഇത്രയും കാര്യങ്ങളൊക്കെ ഉള്ളൂ. ഇവിടെയും നമ്മളുടെ x ആക്സിസ് = 1 cm, y ആക്സിസ് പറഞ്ഞ സ്കെയിൽ എഴുതണം. സ്കെയിലൊക്കെ ഓൾറെഡി എഴുതാൻ വേണ്ടി പഠിപ്പിച്ചതാണ്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഇന്നത്തെ ക്ലാസ്സിലുള്ളൂ. ഗ്രാഫ് വീണ്ടും പറഞ്ഞു തരുന്നതിന്റെ ഇമ്പോർട്ടൻസ് ഞാൻ പറയട്ടെ. ഇത് നിങ്ങളെ വേറെ എവിടെയും ആരും പഠിപ്പിക്കില്ല. നിങ്ങളോട് ഗ്രാഫ് വരയ്ക്കൂ എന്നേ പറയുള്ളൂ. അപ്പൊ കൃത്യമായി ഈ ഗ്രാഫ് നിങ്ങൾ പഠിക്കേണ്ടത് ഈ ക്ലാസ്സിലാണ്. നമ്മൾ ഈ ഗ്രാഫ് പഠിച്ചിട്ട് നമ്മൾ അടുത്ത ടോപ്പിക് എടുക്കുള്ളൂ. അതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് തരും. ഇതിന് ശേഷം അത് ചെയ്ത് ഇന്ന് വൈകുന്നേരത്തിന് മുന്നേ തന്നെ എനിക്ക് അയച്ചു തരാം. ഞാൻ മാർക്ക് ചെയ്യും. ഗ്രാഫ് വരയ്ക്കുന്നതിന് ഞാൻ മാർക്ക് കൊടുക്കും. അപ്പൊ അതുകൊണ്ട് ഇന്നത്തെ ക്ലാസ് ഇതാണ്. കൃത്യമായി ക്ലാസ് കണ്ടിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. ഗ്രാഫ് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇനിയും മനസ്സിലായിട്ടില്ലെങ്കിൽ എന്നെ വിളിക്കുക, ഞാൻ പറഞ്ഞുതരും. അപ്പൊ ഇത്രയും കാര്യങ്ങളേ ഉള്ളൂ. താങ്ക് യു. നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും നമ്മുടെ കെമിസ്ട്രി ടോപ്പിക് കംപ്ലീറ്റ് ചെയ്യാം.